വേൾഡ് വാറും നമ്മുടെ ഫിറ്റ്നസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ ചോദിക്കും ഇതെന്തുവാണ് പറഞ്ഞത്, വേൾഡ് വാറും ഫിറ്റ്നസ്സും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. പക്ഷേ ബന്ധമുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും ജിമ്മിൽ പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ, മിക്ക ആളുകളും, അതിൽ തന്നെ കുറേ ആളുകൾ തന്നെ ഈ സപ്ലിമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. ഈ പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ, പ്രീ വർക്കൗട്ട്, അങ്ങനെ പല പല സപ്ലിമെന്റ് ഗുളികകൾ, വൈറ്റമിൻ ഗുളികകൾ, ഇതിനെല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത പല ആളുകളുമാണ്. ഇത് മാത്രമല്ലാണ്ട് സ്റ്റെറോയിഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വേറെ കുറേ ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ വേൾഡ് വാർ വരുമ്പോൾ എന്തോ സംഭവിക്കുന്നത്, ഈ പല മൾട്ടിനാഷണൽ കമ്പനീസിനൊന്നും റോ മെറ്റീരിയൽസ് കിട്ടത്തില്ല, അവർക്ക് അതിനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഫൈനാൻഷ്യൽ ട്രബിളിലേക്കും കുറേ ഇപ്പോൾ ഉള്ള 100 കമ്പനീസിൽ 98 കമ്പനികളും അടച്ചു പൂട്ടിപ്പോകും. ബാക്കിയുള്ള 2 കമ്പനി ആണെങ്കിലും മെയിൻ കമ്പനി ആയിരിക്കും. അവർ ഇപ്പം ഞാൻ ക്രിയാറ്റിൻ എടുക്കാത്തതുകൊണ്ട് ക്രിയാറ്റിൻ്റെ വില എനിക്ക് അറിഞ്ഞൂടാ, 1000 രൂപയാണ് കൺസിഡർ ചെയ്യും. ഇപ്പം XYZ കമ്പനിയുടെ ക്രിയാറ്റിൻ 1000 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. അപ്പോൾ വേൾഡ് വാർ വരുമ്പോൾ ഇവർ നേരെ 1000-10000 രൂപയ്ക്ക് വിൽക്കും. അപ്പം ഇപ്പം എടുക്കുന്ന ആളുകളിൽ കുറേ പേർ എടുക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം ഈ സപ്ലിമെന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആളുകൾ എനിക്കറിയാം. പ്രീ വർക്കൗട്ട് ഇല്ലാണ്ട് ഒരു ദിവസം ഡിപ്രഷനായി പോകുന്ന ആളുകൾ വരെ എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം നിൽക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ വില അത്ര കയറുമ്പോൾ ആരും ഇത് എടുക്കത്തുമില്ല. അങ്ങനെ വരുമ്പം ഇവറ്റകൾ ജിമ്മിൽ പോത്തുമില്ല. അപ്പം ജിമ്മുകളും അടച്ചു കിട്ടും. പിന്നെ ഈ വേൾഡ് വാർ വരുമ്പോൾ സർവൈവ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. വേൾഡ് വാർ വന്നാൽ ഇൻ കേസ് ഇന്ത്യയിൽ ഇല്ലേ പോലും നമുക്ക് പണി കിട്ടുന്ന ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ്. ഇത് ചെറിയ എക്സാമ്പിളാണ് പറയുന്നത്. ഇതിനേലും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നേടേണ്ടി വരും വേൾഡ് വാർ വന്നാൽ. പക്ഷേ ഞാൻ ജിമ്മിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പം ഈ വേൾഡ് വാർ വരുമ്പം ഈ കമ്പനീസൊക്കെ അടച്ചു കൂട്ടുമ്പം ഈ ഇവന്മാർക്ക് സപ്ലിമെന്റ്സ് കിട്ടത്തില്ല. ഒരു സപ്ലിമെന്റ്സും കിട്ടത്തില്ല. സ്റ്റെറോയിഡും ഈ പ്രോട്ടീൻ പൗഡറും ഈ ക്രിയാറ്റിനും പ്രീ വർക്കൗട്ടും പിന്നെ വൈറ്റമിൻ ഗുളികകളും, ഇതെല്ലാം ഞാൻ പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഒന്നും കിട്ടാണ്ട് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവ ജിമ്മിലും വരത്തില്ല. അപ്പം ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ ചില ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഈ വീട്ടിലെ വെള്ളവും ഭക്ഷണവും കഴിച്ചുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർ സർവൈവ് ചെയ്ത് പോകും. അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ വർക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്യും, അവർ നല്ല ഫിറ്റ്നസ് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ യുദ്ധം വന്നാലും യുദ്ധം വന്നില്ലേലും നമ്മൾ നല്ല രീതിയിൽ ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പോയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചുകൊണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ സത്യത്തിൽ ഇപ്പം ഭയങ്കര പാടാണ്. ഇപ്പം നിങ്ങൾ ഇത്ര നാൾ പ്രീ വർക്കൗട്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇല്ലെങ്കിൽ സപ്ലിമെന്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഇത് ചെയ്യാൻ നോക്കി നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്കിനി ഇതൊക്കെ മാറ്റണം. പതുക്കെ സപ്ലിമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇപ്പം കുഴപ്പമില്ല, ഇപ്പം എല്ലായിടത്തും സപ്ലിമെന്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സപ്ലിമെന്റ് ഒക്കെ ഇൻ കേസ് വേൾഡ് വാർക്ക് ഒന്ന് നിന്നാൽ ഇതിലേക്ക് പോവാം. സപ്ലിമെന്റ് ഇല്ലാണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ജിമ്മും ചെയ്യണം, ഈ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, എല്ലാ ഇൻട്രൻസ് ട്രെയിനിങ്ങും എല്ലാം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പതുക്കെ ഓരോ സപ്ലിമെന്റ് വെച്ച് നിർത്തുക. ഇപ്പം നിങ്ങൾ പ്രീ വർക്കൗട്ട് എടുക്കുന്ന ആളാണെങ്കിൽ പ്രീ വർക്കൗട്ടിൻ്റെ ആ ഒരു കഫൈൻ്റെ അളവുണ്ടല്ലോ, ആ അളവ് പതുക്കെ കുറച്ച് കൊണ്ടുവരിക. അപ്പം അങ്ങനെ പതുക്കെ കുറച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ബോഡി പതുക്കെ അതിനോട് അഡാപ്റ്റ് ആവും. നിങ്ങൾ ഫസ്റ്റ് ടൈം ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഡേ വീട്ടിലെ വെള്ളവും ഭക്ഷണമൊക്കെ തന്നെ കഴിച്ചിട്ട് ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എന്തൂസിയാസ്റ്റിക്കാണ്. നിങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്. ഇപ്പം അതിലേക്ക് പതുക്കെ റീച്ച് വരും. നിങ്ങൾക്ക് ആ ഒരു മൂഡിലേക്ക് നിങ്ങൾ വരും. അപ്പം പിന്നീട് നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു. പിന്നെയാണ് ഈ സപ്ലിമെന്റിനൊക്കെ കഴിച്ചു തുടങ്ങി അതിന് ഡിപ്പെൻഡ് ആയിപ്പോയത്. പിന്നെ അതിന് റിവേഴ്സ് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻ കേസ് വേൾഡ് വാറൊക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം ഇപ്പം നമ്മളൊരു അൺസർട്ടനിറ്റി വേൾഡിലാണ് ജീവിക്കുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം ഇറാൻ, ഇസ്രായേൽ, ഈ US വാറൊക്കെ നടക്കുവാണ്. ഇത് എങ്ങോട്ട് വേണേലും പോവാം. ഇപ്പം നമ്മൾ ചോദിക്കും ഇപ്പം അധികം വാറൊക്കെ തീർന്നെന്ന് വിചാരിക്കും. പക്ഷേ അമേരിക്കയൊക്കെ ഇപ്പം അൺപ്രഡിക്റ്റബിളാണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഒരു ന്യൂക്ലിയർ വാർ വേണമെങ്കിൽ സംഭവിക്കാം. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം ഇതൊക്കെ അങ്ങ് നടന്നങ്ങ് പോവുക. അപ്പം എന്ത് വേണേൽ സംഭവിക്കാം. അപ്പം ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. അപ്പം അതിലൊരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ എങ്ങനെ വേണേൽ ഫിറ്റ്നസ് നോക്കണം. ആഴ്ച 3 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കണം എല്ലാവരും.